മല്ലപ്പള്ളിക്ക് പുതിയ ഫയർ സ്റ്റേഷൻ. തിരുവല്ല നിയോജക മണ്ഡലത്തിന് പുതിയ ഫയർ സ്റ്റേഷൻ UDF സർക്കാർ അനുവദിച്ചുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ പുതിയ ഫയർ സ്റ്റേഷനുകൾ കേരളത്തിൽ അനുവദിച്ചതിൽ ഒന്ന് തിരുവല്ല നിയോജക മണ്ഡലം നേടിയെടുത്തു. അത് ഈ മല്ലപ്പള്ളിയിൽ തന്നെ സ്ഥാപിക്കുവാൻ പ്രിയങ്കരനായ വർഗീസ് മാമൻ താല്പര്യമെടുത്തു. അങ്ങനെ ആദ്യത്തെ അനൗൺസ്മെന്റിൽ മല്ലപ്പള്ളിയിൽ ഫയർ സ്റ്റേഷൻ ഇവിടെ അനുവദിച്ചിരിക്കുകയാണ്. 2, മുടങ്ങിക്കിടക്കുന്ന ആനിക്കാട് കോട്ടാങ്ങൽ ശുദ്ധജല വിതരണ പദ്ധതിയെ കുറിച്ച് പറയുകയുണ്ടായി. മല്ലപ്പള്ളി ആനിക്കാട് കോട്ടാങ്ങൽ ശുദ്ധജല പദ്ധതിക്ക് 5 കോടി രൂപ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ആ പദ്ധതിക്ക് ശാപമോക്ഷം കൊടുക്കാൻ കഴിയുന്ന ഇടപെടലുകൾക്ക് സാഹചര്യമുണ്ടാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളടക്കം നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കുവാനും കൊണ്ടുവരാനും നടപടികളിലേക്ക് കടക്കുവാനും കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ നാടിന് നന്മയ്ക്ക് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യുവാൻ നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് വർഗീസ് മാമൻ MLA എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങളും തൻ്റെ സേവനവും ജനങ്ങളെ കൂടി ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനും അവരുടെ ആവശ്യങ്ങൾ സമയത്ത് കേൾക്കുവാനും അതിലിടപെടുവാനും ഒരു MLA ഓഫീസ് മല്ലപ്പള്ളിയിൽ കൂടി ഉണ്ടാവുക എന്ന് അദ്ദേഹം ലക്ഷ്യം വെച്ചത് പ്രധാനപ്പെട്ട ഒരു ജനോപകാരപ്രദമായ കാര്യമായി ഞാൻ കരുതുന്നു. Mobil